ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള സിലബസ് 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് എന്ന ചാപ്റ്ററാണ്. എന്താണ് മക്കളെ BCE ആൻഡ് CE എന്ന് പറഞ്ഞാൽ? ഹിസ്റ്ററിയെ നമ്മൾ 2 പീരിയഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബിഫോർ കോമൺ എറ എന്നും കോമൺ എറ എന്നും. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ BC എന്നും AD എന്നും നേരത്തെ ഡിവൈഡ് ചെയ്തിരുന്നത്. ജീസസ് ക്രൈസ്റ്റ് ജനനത്തിന് മുമ്പുള്ള പീരിയഡിനെ നമ്മൾ BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിന് ശേഷമുള്ള പീരിയഡിനെ നമ്മൾ AD ആനോ ഡോമിനി എന്നും പറയുന്നു. ഇപ്പോൾ BCയെ നമ്മൾ BCE ആയിട്ട് റീപ്ലേസ് ചെയ്യുകയും ADയെ CE ആയിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 100 years എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഒരു സെഞ്ച്വറി എന്നാണ് അതിനെ പറയുന്നത്. ഒരു സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡ് ഓഫ് 100 years ആണ്. അതുപോലെ തന്നെ ഒരു മില്യൺ എന്ന് പറഞ്ഞാലോ 10 lakh yearsന് ഈക്വൽ ആണ്. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. എന്താണ് മക്കളെ ഫോസിൽസ്? അറിയാമോ? ഫോസിൽസ് എന്ന് പറയുന്നത് അത് കുറേ നാളായിട്ട് പ്രിസർവ്ഡ് ആയിട്ടുള്ള പഴയ കാലത്തെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും റിമെയിൻസിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ എവിടെ കാണുന്നതെന്ന് പറയുമ്പോൾ റോക്സിലൊക്കെ ഇത് ട്രാപ്പായി കിടക്കാറുണ്ട്. അത് വർഷങ്ങളായിട്ട്, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അവിടെ തന്നെയാണ് പ്രിസർവ്ഡ് ആയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോസിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് നിങ്ങൾക്കറിയാമോ? ഫോസിൽസ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ക്ലൂസ് ആണ്. സയൻറ്റിസ്റ്റ് ഈ ഫോസിൽസിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്താണ് എങ്ങനെയാണ് ഹ്യൂമൻസ് പണ്ടത്തെ ആദിമ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് മക്കളെ ഈ ചാൾസ് ഡാർവിൻ തിയറി അറിയാമോ? അഥവാ ഹ്യൂമൻ എവല്യൂഷൻ. നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നൊരു ഐഡിയ, സയൻറ്റിഫിക് ആയിട്ടുള്ള വ്യൂ പ്രപ്പോസ് ചെയ്തത് ആദ്യമേ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇവനാണ് മനുഷ്യർ ഈ ലോകത്തിൽ വന്ന എന്നതിനെക്കുറിച്ച് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നൽകുകയാണ് ചെയ്തത്. അദ്ദേഹം എന്താ എക്സ്പ്ലെയിൻ ചെയ്തതെന്നറിയാമോ? വർഷങ്ങളായിട്ടുള്ള ഒരു നാച്ചുറൽ ഓർഗാനിക് ചേഞ്ചസ് വഴിയാണ് ഇന്നത്തെ ഹ്യൂമൻസ് ഇങ്ങനെ ആയത്, ഇന്നത്തെ ഒരു രീതിയിലെത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഫൈൻഡിങ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അതിലൂടെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതെന്താ പബ്ലിഷ് ചെയ്തതെന്നറിയാമോ? 1859 പബ്ലിഷ് ചെയ്തത്. ചാൾസ് ഡാർവിനെ കുറിച്ച് അറിയണ്ടേ? നമ്മൾ ചാൾസ് ഡാർവിൻ ആരാന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അദ്ദേഹം ഫെബ്രുവരി 12, 1809 ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആരാണോ നേച്ചറിനെ കുറിച്ചും ലിവിങ് തിങ്സിനെ കുറിച്ചും പഠിക്കുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചതെന്നറിയാമോ? ആദ്യമായിട്ട് ഭൂമിയിൽ എങ്ങനെയാണ് ഇത്രയും തരത്തിലുള്ള ലിവിങ് തിങ്സ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ഇന്നത്തെ ഈ സ്പീഷീസൊക്കെ ഉണ്ടാവാനായിട്ട് വർഷങ്ങളോളം ഓർഗാനിക് ചേഞ്ചസ് നടന്നിട്ടാണ് ഇന്നത്തെ സ്പീഷീസ് ഇന്നത്തെ സ്ഥിതിയിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഐഡിയ എല്ലാം അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായ ഒറിജിൻ ഓഫ് സ്പീഷീസിലൂടെയാണ് പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1859 ആണ്. ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്. മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ ആണ് ആദിമ മനുഷ്യർ അതായത് ഏർലി ഹ്യൂമൻസ് ഇവോൾവ് ആവുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ ആരംഭിച്ചു തന്നെ പ്രൈമേറ്റ്സിൽ നിന്നാണ്. പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. താഴത്തെ ഫ്ലോ ചാർട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് എവല്യൂഷൻ്റെ പല സ്റ്റേജസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. പ്രൈമേറ്റ്സ് വെച്ചാൽ എന്താണ്? അതൊരു കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. പ്രൈമേറ്റ്സിൽ നിന്നാണ് ഹോമിനോയിഡ്സ് വരുന്നത്. ഹോമിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി? 4 കാലിൽ നടക്കുന്നവർ. ഈ ഹോമിനോയിഡ്സിൽ നിന്നാണ് ഹോമിനസ് വരുന്നത്.
അവരുടെ പ്രത്യേകത എന്താണെന്ന് നോക്കി, രണ്ട് കാലിൽ നടക്കുന്നവർ. ഈ ഹോമിനസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓസ്ട്രാലോപിറ്റേക്കസ്, ഹോമോ. ഈ ഹോമോയിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് ഹോമോ ഹാബിലസ്. ആരാണ് ഈ ഹോമോ ഹാബിലസ് എന്നറിയാമോ? ആദ്യമായിട്ട് ടൂൾസ് ഉണ്ടാക്കിയവർ. രണ്ടാമത്തേത് ഹോമോ ഇറക്ടസ്, ആദ്യമായിട്ട് നിവർന്ന് നടന്ന മനുഷ്യർ. മൂന്നാമത്തേത് ഹോമോ സാപ്പിയൻസ്, ആദ്യമായി ചിന്തിക്കാൻ, ബുദ്ധിപരമായി ചിന്തിക്കാൻ തുടങ്ങിയ മനുഷ്യർ. നമ്മുടെ ഈ ഹ്യൂമൻ സ്പീഷീസ് എവിടെയുള്ള, നമ്മൾ എന്തിലാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് ആരിൽ ഉൾപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹോമോയിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. ഇനി ഈ നോട്ട് നോക്കിയ മക്കളെ, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ മുകളിൽ തന്നെങ്കിൽ ഫ്ലോ ചാർട്ടില്ലേ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത പോർഷൻ നോക്കി, വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ പല പല സ്റ്റേജസ് എന്തൊക്കെയാണ്? ഏർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിലാണ് നമ്മുടെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത്. They lived by gathering fruit and vegetables and hunting animals to eat their meat. അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നറിയോ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശേഖരിച്ച് ഇറച്ചിക്ക് വേണ്ടി ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്ത് അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. They used rough stones from their surroundings as weapons. അവർ വെപ്പൺസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തിനാണെന്നറിയോ? അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന കല്ലാണ് അവർ വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. Since stones were used as weapons, this period is called the Stone Age. ആ കാലങ്ങളിൽ വെപ്പൺസ് ആയിട്ട് ഉപയോഗിച്ച സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പീരിയഡിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്നാണ് വിളിക്കുന്നത്. Based on the development achieved over time in weapons and tools made of stones, the Stone Age can be divided into 3 stages. സ്റ്റോൺസ് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ്, അതായത് സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയ വെപ്പൻസും ടൂൾസും ഒക്കെ ആ ഒരു കാലത്ത് ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സ്റ്റോൺ ഏജിനെ നമുക്ക് 3 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം. പാലിയോലിറ്റിക് ഏജ്, മെസോലിറ്റിക് ഏജ്, നിയോലിറ്റിക് ഏജ്. മനസ്സിലായോ മക്കളെ? നോക്കിയേ, സ്റ്റോൺ ഏജിൻ്റെ പീരിയഡ് ഉണ്ടായിരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പാലിയോലിറ്റിക് ഏജ്. പാലിയോലിറ്റിക് ഏജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അത് സ്റ്റോൺ ഏജിൻ്റെ ആദ്യ ഘട്ടമാണ്, അതായത് ഫസ്റ്റ് ഫേസ് ഓഫ് ദ സ്റ്റോൺ ഏജ്. ഈ ഒരു കാലഘട്ടത്തിൽ അവർ റഫായിട്ടുള്ള സ്റ്റോൺസാണ് ടൂൾസായിട്ട് യൂസ് ചെയ്തത്. പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ ശേഖരിച്ച് ഹണ്ട് ചെയ്യുന്നതൊക്കെയാണ് അവരുടെ ജീവിത മാർഗം. ക്ലിയർ ആണോ? അടുത്ത നോക്കിയേ, മെസോലിറ്റിക് ഏജ്. മെസോലിറ്റിക് ഏജ് ആയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കുറച്ചും കൂടി ഫൈനായിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്താണ് സ്റ്റോൺ വെപ്പൺസ് ഉണ്ടാക്കിയിരുന്നത്. അവർ എഡിബിളായിട്ടുള്ള ഗ്രാസസ്, അതായത് ഈ ഇലവർഗ്ഗങ്ങൾ തന്നെ കഴിക്കാൻ പറ്റുന്ന ഇലവർഗ്ഗങ്ങളും ഫിഷും ഒക്കെ അവർ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ് യൂസ് ഫോർ ക്ലോത്തിങ്. അവർ ക്ലോത്തിങ്ങിന് വേണ്ടി എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഒന്ന്, മൃഗങ്ങളുടെ സ്കിൻ. പിന്നെന്താണ്? നമ്മുടെ ഈ വലിയ വൃക്ഷങ്ങളുടെയൊക്കെ തൊലി, അതുപോലെ തന്നെ ലീവ്സ്. ഇതൊക്കെയാണ് അവർ ക്ലോത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. മനസ്സിലായോ മക്കളെ? അടുത്തത് എന്താണെന്ന് നോക്കിയേ, നിയോലിറ്റിക് ഏജ്. നിയോലിറ്റിക് ഏജ് വന്നപ്പം കുറച്ചും കൂടി മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണെന്നല്ലേ, അവർ കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസാണ് ടൂൾസിന് വേണ്ടി ഉപയോഗിച്ചത്. അവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തു, അഗ്രികൾച്ചർ സ്റ്റാർട്ടായി. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ വീല് ഇൻവെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോട്ടറി ഉണ്ടാക്കാനും സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആണോ? ഇനി നോക്കിയ മക്കളെ, ബിംബേക്ക. എന്താണ് ഈ ബിംബേക്ക? Bhimbetka in Madhya Pradesh is an important rock shelter in India which was inhabited by Stone Age humans. ഈ ബിംബേക്ക എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു വളരെ പ്രധാനപ്പെട്ട റോക്ക് ഷെൽട്ടറാണ്. ഇവിടെ പണ്ട് കാലത്ത് സ്റ്റോൺ ഏജിലെ ഹ്യൂമൻസ് താമസിച്ചിരുന്നു.
The paintings inside this cave tells us about the varied ways of life of ancient humans. ഈ കേവിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഗുഹയുടെ അകത്ത് പല പല പെയിൻറ്റിങ്സ് ഉണ്ട്. ഈ പെയിൻറ്റിങ്സ് ഒക്കെ അന്നത്തെ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു. These cave paintings are also a proof of their communication. അവരെങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കേവിലുള്ള പെയിൻറ്റിങ്സ്. മനസ്സിലായോ മക്കളെ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിറ്റിക്, മെസോലിറ്റിക് ആൻഡ് നിയോലിറ്റിക് പീരിയഡ്. എന്താണെന്ന് നോക്കിയേ. അത് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ആൻസർ ഏതാണെന്ന് അറിയാമല്ലോ. ഇതാണ് അതിൻ്റെ ആൻസർ. പാലിയോലിറ്റിക് ഏജിൻ്റെയും മെസോലിറ്റിക് ഏജിൻ്റെയും നിയോലിറ്റിക് ഏജിൻ്റെയും പ്രത്യേകതകളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. നിയോലിറ്റിക് ഏജിലാണ് അഗ്രികൾച്ചർ തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. As humans started farming, it became necessary for them to settle near the farmlands. കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യർക്ക് എന്ത് തോന്നി? ഈ കൃഷി സ്ഥലത്തിന് അടുത്ത് തന്നെ അവർക്ക് സെറ്റിൽ ആവണം എന്നൊരു ചിന്താഗതി വന്നു. They settled near their farms to maintain the crops, protect the field from wild animals and to care for their domesticated animals. അവരെന്ത് ചെയ്തു? അവരുടെ കൃഷി സ്ഥലങ്ങൾക്ക് അടുത്തായി തന്നെ അവർ വീട് വെച്ച് താമസം തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അവർ ഈ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ കൃഷിസ്ഥലം മറ്റുള്ള വൈൽഡ് ആനിമൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അവർ വളർത്തുന്ന മൃഗങ്ങളെ കെയർ ചെയ്യാൻ. മനസ്സിലായോ? What all changes my settled life have brought about in humans? മനുഷ്യരുടെ ഈ സെറ്റിൽഡ് ലൈഫ് ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽഡ്. ഡ്വെല്ലിങ്സ് വെച്ച് എന്താണ്? താമസ സ്ഥലങ്ങൾ അവർ പണിതു. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ആളുകൾ എന്ത് ചെയ്തു? പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ലൈഫിൻ്റെ ബിഗിനിങ് ആയിരുന്നു. സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. കൂടുതൽ ആൾക്കാർ അടുത്തടുത്ത് വന്ന് താമസമായപ്പോഴത്തേക്ക് അത് വില്ലേജായി ഡെവലപ്പ് ആവുകയും പിന്നീട് അത് ടൗൺസും സിറ്റീസ് ആവുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അർബൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. സ്റ്റോൺ ഏജിൽ നിന്നുള്ള മാറ്റമാണ് നമ്മളിനി കാണുന്നത്. അത് നേരെ മെറ്റലിലേക്കാണ് പോകുന്നത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ശ്രദ്ധിച്ചോ? അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നോക്കി. ആദ്യത്തിൽ എന്താണ്? സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ വെപ്പൺസിനെ കാണാം. പിന്നീടോ മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയത് കാണാം അല്ലേ? ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? ഹ്യൂമൻസ് യൂസ് ചെയ്ത ആദ്യത്തെ മെറ്റൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ? കോപ്പറാണ് ആദ്യമായിട്ട് മനുഷ്യരുണ്ടാക്കിയ ഫസ്റ്റ് മെറ്റൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിച്ച ഫസ്റ്റ് മെറ്റൽ. The period when humans use weapons and tools made of metals is called the Metal Age. ഈ ഒരു മെറ്റൽസ് വെച്ച് വെപ്പൻസും ടൂൾസും ഉണ്ടാക്കിയില്ലേ മനുഷ്യർ, ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. Since copper was not strong enough for tilling the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called bronze. കോപ്പർ അത്ര സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ ആയിരുന്നില്ല. എന്തിനാണ്? നമുക്ക് സോയിഡ് അതായത് മണ്ണ് ഉഴുതു മറിക്കാനും ട്രീസ് കട്ട് ചെയ്യാനും ഒന്നും കോപ്പർ അത്ര വലിയ സ്ട്രോങ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കോപ്പറിനെയും ടിന്നിനെയും കൂടി മിക്സ് ചെയ്ത് അവർ കുറച്ചും കൂടി ഹാർഡറും സ്ട്രോങ്ങറുമായിട്ടൊരു അലോയ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ബ്രോൺസ്. The period when weapons and tools made of bronze were used is known as Bronze Age. ഏത് കാലഘട്ടത്തിലാണോ വെപ്പൻസും ടൂൾസും ബ്രോൺസ് കൊണ്ടുണ്ടാക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ആ ഒരു കാലഘട്ടത്തിനെ നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ മക്കളെ? ഈ ബ്രോൺസ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ പല പല മാറ്റങ്ങളും ഹ്യൂമൻ ലൈഫിൽ ഉണ്ടായി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രോൺസ് ടൂൾസ് ഹെൽപ്പ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിയിടങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ബ്രോൺസ് ടൂൾസ് സഹായിച്ചു. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ.
അഗ്രികൾച്ചർ ലാൻഡ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? കൂടുതലായിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ സാധിച്ചില്ലേ? അതുവഴി അവർക്ക് കൂടുതൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നേടാൻ സാധിച്ചില്ലേ? The increase in the agriculture production paved the way for the exchange of products and the development of centers of exchange. അവർ കൂടുതലായിട്ട് കൃഷി ചെയ്തപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? കൂടുതലായിട്ട് വിളവ് കിട്ടി. ഈ കൂടുതലായിട്ട് വിളവ് കിട്ടിയപ്പോൾ അവർ ഈ വിളവൊക്കെ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പം അവിടെ എന്ത് വന്നു? പ്രോഡക്ട്സിൻ്റെ എക്സ്ചേഞ്ച് ചെയ്ത് സംഭവിച്ചു. അതുപോലെ തന്നെ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യാൻ സഹായമായി. The centers of exchange later transformed into towns and cities. ഈ സെൻറ്റർ ഫോർ എക്സ്ചേഞ്ചിലെ പിന്നീട് അത് ടൗൺസും സിറ്റീസായി ട്രാൻസ്ഫോംഡ് ആയി. ക്ലിയർ ആണോ മക്കളെ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്പയർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. സ്റ്റോൺ ഏജിലെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ബ്രോൺസ് ഏജിലെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്റ്റോൺ ഏജിലെ പ്രത്യേകതകളും ബ്രോൺസ് ഏജിലെ പ്രത്യേകതകളുമാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസറായിട്ട് എഴുതുന്നത്. ക്ലിയർ ആണോ? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കാം. As a result of these changes in the Bronze Age, civilization were formed centered around cities. ഈ ബ്രോൺസ് ഏജിലുണ്ടായ പല മാറ്റങ്ങൾ കാണണം. ഈ സിവിലൈസേഷൻസ് എവിടെ ഫോം ചെയ്തതെന്നറിയോ? സിറ്റീസിന് ചുറ്റുമാണ് ഈ ഓരോ സിവിലൈസേഷനും ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതൊക്കെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ 4 മേജർ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. ഏതൊക്കെയാണ് ബ്രോൺസ് ഏജിലെ സിവിലൈസേഷൻ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഈ മാപ്പിൽ നോക്കി നിങ്ങൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഏതൊക്കെ റിവർ വാലീസിൻ്റെ അടുത്താണ് ഉണ്ടായത് എന്നുള്ളത്, ഡെവലപ്പായത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏതൊക്കെ റിവേഴ്സിൻ്റെ അടുത്താണ് മക്കളെ ഉണ്ടായത്? യൂഫ്രട്ടിസും ടൈഗ്രിസും. ഈജിപ്ഷ്യൻ സിവിലൈസേഷനോ നൈൽ റിവറിൻ്റെ അടുത്ത്. ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് റിവറിൻ്റെ അടുത്താണ് ഡെവലപ്പ് ചെയ്തത്. ചൈനീസ് സിവിലൈസേഷൻ വാങ് ഹോ എന്ന് പറയുന്ന റിവറിൻ്റെ അടുത്താണ് ഡെവലപ്ഡ് ആയത്. ഇനി വൈ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ ദ റിവർ വാലീസ്. എന്തുകൊണ്ടാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എല്ലാം റിവർ വാലീസിൻ്റെ അടുത്ത് ഫോം ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഫെർട്ടൈൽ സോയിൽ കാണും. ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ചാൽ എന്താ മക്കളെ? നല്ല വളക്കൂറുള്ള മണ്ണുള്ളതെടുത്ത്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ. റിവർ വാലീസ് ആയതുകൊണ്ട് തന്നെ റിവറിൻ്റെ അടുത്ത് അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടും അല്ലേ? ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളത് കൊണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാം. ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഇസ് മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്. മെസപ്പൊട്ടോമിയ ഏത് റിവേഴ്സിൻ്റെ നടുക്കാണുള്ളത്? യൂഫ്രട്ടിസിൻ്റെയും ടൈഗ്രിസിൻ്റെയും നടുക്കാണ്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കുഞ്ഞുങ്ങളെ? 2 റിവേഴ്സിൻ്റെ നടുക്കുള്ള നാട്. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടിസ് ആൻഡ് ദ ടൈഗ്രിസ് റിവർ. ഈ ഒരു ഭാഗം എവിടെയാണെന്നറിയാമോ? യൂഫ്രട്ടിസിൻ്റെയും ടൈഗ്രിസിൻ്റെയും നദികളുടെ നടുക്കാണ് കിടക്കുന്നത്. ദിസ് റീജിയൻ ഇസ് പ്രസൻ്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഈ റീജിയൻ ഇപ്പോൾ ഇറാഖിൻ്റെ ഒരു ഭാഗമാണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ തന്നെ 4 ഡിഫറെൻറ്റ് സിവിലൈസേഷനാണ് ഉള്ളത്. ഏതൊക്കെയാണല്ലേ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, ചാൽഡിയൻ. ക്ലിയർ ആണോ മക്കളെ? അർബൻ ലൈഫ് ആൻഡ് ദ ആർട്ട് ഓഫ് ലിവിങ്. എന്താണ് മക്കളെ അർബൻ ലൈഫ് എന്ന് വെച്ചാൽ? സിറ്റി ലൈഫ് അല്ലെങ്കിൽ ടൗൺ ലൈഫ് എന്ന് നമുക്ക് പറയാം. The Sumerians were the first people who contributed to the development of urban life in Mesopotamia. മെസ്സൊപ്പൊട്ടോമിയ അർബൻ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റിൽ ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ ആരാണെന്നറിയോ? സുമേറിയൻസ്. The major cities of Mesopotamian civilization were Ur, Uruk, Lagash and so on.
മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ മേജർ സിറ്റീസ് ഏതൊക്കെയാണെന്നറിയാമോ? ഉറുക്ക്, ലഗാഷ്, അങ്ങനെ കുറച്ചുണ്ട്. The writing system of the Mesopotamians was known as cuneiform. മെസപ്പൊട്ടോമിയയിലെ ആളുകളുടെ റൈറ്റിംഗ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ക്യുനിഫോം. ഈ ക്യുനിഫോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ്. ഈ ഒരു സ്ക്രിപ്റ്റ് സുമേറിയൻസ് ആയിരുന്നു ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് എ വെജ് ഷേപ്പ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അത് ഭയങ്കര വെജ് ഷേപ്ഡ് ആയിട്ടുള്ള പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റാണ്. അത് എവിടെ എഴുതിയതെന്ന് അറിയാമോ? ക്ലേ ടാബ്ലറ്റിലാണ് ഇതൊക്കെ എഴുതിയിരുന്നത്. അവർ എന്ത് വെച്ചാണ് എഴുതിയിരുന്നതെന്ന് അറിയാമോ? ഒരു പോയിൻറ്റഡ് റീഡ് സ്റ്റൈലസ് കൊണ്ടാണ് ഇവർ ഈ ഓരോ സ്ക്രിപ്റ്റും എഴുതിയിരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി മെസപ്പൊട്ടോമിയൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിലുമുണ്ട്, ലോയിലുമുണ്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻസ്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അവരാണ് ലൂണാർ കലണ്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും കാൽക്കുലേറ്റ് ചെയ്ത് ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻസ് ആണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവന്നത് മെസപ്പൊട്ടോമിയൻസ് ആണ്. ഇനി നിയമങ്ങൾ അഥവാ ലോ ആദ്യമായിട്ട് കോഡിഫൈ ചെയ്തത് ഒരു സുമേറിയൻ രാജാവായ ദൊങ്കിയുടെ സമയത്താണ്. ഈ ലോയ്സിൽ നിന്നാണ്, ഈ ഒരു നിയമങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ റിവൈസ്ഡ് ഫോമായ കോഡ് ഓഫ് ഹമ്മറാബി രൂപപ്പെടുന്നത്. ക്ലിയർ ആണോ മക്കളെ? എന്താണ് മക്കളെ ഈ കോഡ് ഓഫ് ഹമ്മറാബി? ബാബിലോണിയൻ റൂളറായ ഹമ്മറാബിയുടെ ഭരണകാലത്താണ് ഈ കോഡ് ഓഫ് ലോസ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എപ്പോഴൊക്കെ ഭരിച്ചതിനെ നോക്കിയേ. 1792 തൊട്ട് 1750 BC-യിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ റിട്ടൺ കോഡ് ഓഫ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ കോഡ് ഓഫ് ഹമ്മറാബിയാണ്. ഈ ഒരു കോഡ് ഓഫ് ഹമ്മറാബിയുടെ മെത്തേഡ് ഓഫ് പണിഷ്മെൻറ്റ് എന്താണെന്നറിയാമോ? ആൻ ഐ ഫോർ ആൻ ഐ, എ ടൂത്ത് ഫോർ എ ടൂത്ത്. അത് ഈ ഒരു കോഡിൽ നിന്നാണ് വരുന്നത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഈ ഒരു ലോ വരുന്നത് ഈ ഒരു കോഡിൽ നിന്നാണ്. മനസ്സിലായോ മക്കളെ? എന്താണ് മക്കളെ ഈ സിഗുറാറ്റ്സ് എന്ന് പറഞ്ഞാൽ? മെസപ്പൊട്ടോമിയക്കാരുടെ പ്ലേസസ് ഓഫ് വർഷിപ്പിനെയാണ് സിഗുറാറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് മെയിൻലി അവർ സിറ്റീസിലായിരുന്നു ബിൽഡ് ചെയ്തത്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? ബ്രിക്സ് കൊണ്ടാണ്. ഒരു സിറ്റിയിലെ സിഗുറാറ്റ് ഇന്നും അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ മക്കളെ? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ മെസപ്പൊട്ടോമിയൻസ്. അത് നിങ്ങൾക്കിപ്പം ഈ ആൻസറിൽ നിന്ന് എഴുതാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇനി അടുത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയാണ് ഫ്ലറിഷ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് ഡെവലപ്ഡ് ആയത്? നൈൽ വാലിയിലാണ് അത് ഫ്ലറിഷ്ഡ് ആയത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ മെയിൻ സിറ്റി കയറോ ആയിരുന്നു. ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ പറയുന്ന പേരെന്താണെന്നറിയാമോ? ഫറോസ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊക്കെ അറിയാം, പിരമിഡ്സ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. ഈജിപ്ഷ്യൻ ജനതയുടെ മെയിൻ ജീവിതമാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്, ഫ്ലാക്സ്, കോട്ടൺ ഇതൊക്കെ നൈൽ വാലിയിൽ നല്ല രീതിയിൽ വളരുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ കൃഷിയിൽ ഈ അഗ്രികൾച്ചർ പ്രോസ്പെറിറ്റി എന്ത് ചെയ്തു? നൈൽ വാലിയിലെ സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്നാണ് അറിയപ്പെടുന്നത്. മക്കളെ, മമ്മീസ് അറിയാമോ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഡെഡ് ബോഡിയെ പെർഫ്യൂം കൊണ്ട് എംബാം ചെയ്ത് പ്രിസർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഈജിപ്ഷ്യൻസിന് ഉണ്ട്. ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്ന ബോഡിയാണ് നമ്മൾ മമ്മി എന്ന് പറയുന്നത്. മമ്മീസിൽ തന്നെ ഏറ്റവും പേര് കേട്ടത് ആരുടെയാണെന്ന് അറിയാമോ? ഫെറോ ടുറ്റാൻഖാമൻ എന്ന് പറയുന്ന മമ്മിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ മമ്മീസിനെ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? പിരമിഡ്സിൽ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത്.
അടുത്തത് നോക്കിയ മക്കളെ, ആർട്ട് ഓഫ് റൈറ്റിംഗ്. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് സച്ച് ആസ് മെസ്സപ്പൊട്ടോമിയ. മെസ്സപ്പൊട്ടോമിയയിലെ കണക്കാണ് ഈജിപ്തിലും റൈറ്റിംഗ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഹീറോഗ്രാഫിക്സ് വാസ് എ സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ. ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ്റെ സ്ക്രിപ്റ്റിനെ പറയുന്ന പേരെന്താണ്? ഹീറോഗ്രാഫിക്സ്. ഹീറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സീക്രട്ട് റൈറ്റിംഗ്, അതായത് പവിത്രമായ എഴുത്ത്. ഈ സ്ക്രിപ്റ്റ് ലെറ്റേഴ്സിൻ്റെയും സയൻസിൻ്റെയും കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയാമോ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഇത് വായിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി ഈജിപ്ഷ്യൻകാർ സയൻസിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് നേടിയത് എന്നറിയണ്ടേ? മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിൽ അവർ മാത്തമാറ്റിക്സിലും മെഡിക്കൽ സയൻസിലും വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ് നേടിയത്. ദി ഈജിപ്ഷ്യൻസ് ലേ ദ ഫൗണ്ടേഷൻ ഓഫ് ജിയോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ ജിയോമെട്രിയിലെ ഫൗണ്ടേഷൻ ഇട്ടത് ഈജിപ്ഷ്യരാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വെർ കോൺട്രിബ്യൂഷൻസ്. അതുപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ സോളാർ കലണ്ടറിൽ 12 മാസമാണുള്ളത്. ഓരോ മാസത്തിലും 30 ദിവസം വീതവും. അതിൽ തന്നെ അവർ 5 ദിവസം കൂടി കൂട്ടിയാണ് ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തിൽ 365 ദിവസമാക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കലണ്ടറിൽ എങ്ങനെയാണ്? വീട്ടിലുള്ള കലണ്ടർ നോക്കണേ. അതിൽ എന്താ നോക്കിയ മക്കളെ? ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷൻ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അവരുടെ നദിയായ ഹുവാങ് ഹോയുടെ അടുത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റ് ആവുന്നത്. ഈ സിവിലൈസേഷൻ്റെ അടിത്തറ തന്നെ അഗ്രികൾച്ചറാണ്. അവർ വീവിങ്ങിന്, പോട്ടറി, സിൽക്ക് പ്രൊഡക്ഷനിലൊക്കെ എക്സ്പേർട്ടുകളാണ്. ദി മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അതുപോലെ തന്നെ ബ്രോൺസ് കൊണ്ടുള്ള സ്റ്റാച്യൂസും അവരുണ്ടാക്കിയിരുന്നു. ചൈനീസ് സിവിലൈസേഷൻ്റെ റൈറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയാമോ മക്കളെ? ദ ചൈനീസ് ഹൈഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻസ് ടൈംസ്. പണ്ട് കാലം മുതൽക്കേ അവർക്കൊരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർക്ക് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റാണ് ഉള്ളത്. അതായത് ലെറ്റേഴ്സിന് പകരം അവർ പിക്ചേഴ്സാണ് യൂസ് ചെയ്തത്. പിന്നീട് പതിയെ ഈ പിക്ചേഴ്സിന് പകരമായി അവർ സിംബൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻ. ആ സ്ക്രിപ്റ്റ് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു, പക്ഷേ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഈ ബോക്സ് നോക്കി. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസ്സപ്പൊട്ടോമിയ, ഈജിപ്റ്റ് ആൻഡ് ചൈന ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അടുത്ത സിവിലൈസേഷൻ നോക്കിയ മക്കളെ, ദ ഹാരപ്പൻ സിവിലൈസേഷൻ. എന്താണ് മക്കളെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ? ബ്രോൺസ് ഏജിൻ്റെ സമയത്ത് ഇൻഡസ് വാലിയിൽ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതെപ്പോഴാണ് അവിടെ എക്സിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 2600 BC തൊട്ട് 1900 BC വരെ ഈ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ സിറ്റി ഡിസ്കവർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സിറ്റി തന്നെ ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിവിലൈസേഷനെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻഡസ് വാലിയിലാണ് എമേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും പറയുന്നു. ഈ സിവിലൈസേഷൻ കൂടുതലായിട്ട് അർബൻ സെൻറ്റേഴ്സിന് ചുറ്റിപ്പറ്റിയാണ് ഡെവലപ്പ് ചെയ്തത്. അർബൻ സെൻറ്റേഴ്സ് എന്താണെന്ന് ഇനിയും പറയണം. ഒന്നുമല്ല, സിറ്റീസിന് ചുറ്റുമാണ് ഈ ഒരു സിവിലൈസേഷൻ ഡെവലപ്ഡ് ആയത്. ഈ സിവിലൈസേഷനെ ഫസ്റ്റ് അർബനൈസേഷൻ ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണോ മക്കളെ? സർ ജോൺ മാർഷൽ. ആരാണ് ഈ സർ ജോൺ മാർഷൽ? അറിയാമോ? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ is an organization formed to carry out excavation and preservation of archaeological materials in India. ഇന്ത്യയിലുള്ള ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് എക്സ്കവേറ്റ് ചെയ്യാനും അത് പ്രിസർവ് ചെയ്യാനുമായിട്ട് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ.
Sir John Marshall was the Director General of Archaeological Survey of India from 1902 to 1928. 1902 തൊട്ട് 1928 വരെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഈ സർ ജോൺ മാർഷൽ. ഇറ്റ് വാസ് എ റിസർച്ച് കണ്ടക്ടർ അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന റിസർച്ചിലാണ് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിസ്കവറിയിലേക്ക് നയിച്ചത്. ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെയാണ് മക്കളെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മേജർ സിറ്റീസ് അറിയാമോ? ഒന്ന് മോഹൻജദാരോ, ഒന്ന് ലോഥൽ, കലിംഗാൻ, ഹാരപ്പ. ഇതൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മേജർ സിറ്റീസ്. നിങ്ങൾ ആ മാപ്പ് നോക്കിയ മക്കളെ, അതിലുണ്ട് ഈ 4 സിറ്റീസിൻ്റെയും പേര്. ക്ലിയർ ആണോ മക്കളെ? അടുത്ത പോർഷൻ എന്താ നോക്കിയേ, ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പറയുന്ന ടൗൺ പ്ലാനിങ്. അവർ റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് വീടുകൾ പണിതത്. അതും എന്തുകൊണ്ടാണ് പണിതതെന്ന് അറിയാമോ? ബേൺഡ് ബ്രിക്സ് കൊണ്ട്. ഇനി ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഡ്രെയിനേജ് സിസ്റ്റമാണ്. സിറ്റീസിൻ്റെയും ഡ്രെയിൻസൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ സിറ്റിക്ക് പുറത്തേക്കാണ് അവർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്ത പോർഷൻ നോക്കിയേ, ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജദാരോ. മോഹൻജദാരോ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്നറിയാമോ? ദ ഗ്രേറ്റ് ബാത്ത്. അതിന് ഇരുവശങ്ങളിലായി കുറേ പടികളുണ്ടായിരുന്നു. ഈ ടാങ്കിലേക്ക് എൻ്റർ ചെയ്യാനാണ് ഈ പടികൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ അതിന് ബാത്റൂംസും ഉണ്ടായിരുന്നു. അവിടെ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കളയാനുമായിട്ടുള്ള അറേഞ്ച്മെൻറ്റും അവർ ചെയ്തിരുന്നു. മനസ്സിലായോ മക്കളെ? അടുത്ത പോർഷനാണ് ഗ്രാനറി. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ജീവിതമാർഗം എന്താണെന്ന് അറിയാമോ? കൃഷി. റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസസ് അവരുടെ സൈറ്റുകളായ റാങ്പൂർ, ലോഥൽ ഇതൊക്കെ ഗുജറാത്തിലാണുള്ളത്. അവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രാനറി ഹാരപ്പയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ആണ്. ഈ ഗ്രാനറിയിലാണ് അവരുടെ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുകയും പ്രിസർവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അടുത്തതാണ് ഹാൻഡിക്രാഫ്റ്റ്സ്. ഈ ഹാരപ്പൻസ് എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആളുകളെയാണ് നമ്മൾ ഹാരപ്പൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഹാൻഡിക്രാഫ്റ്റിൽ നല്ല കഴിവുണ്ടായിരുന്നു. ഈ പിക്ചർ നോക്കിയേ, അവരുണ്ടാക്കിയിരിക്കുന്ന ടോയ്സും ജ്വല്ലറിയും സീലും ക്ലേ പോട്ടും ഒക്കെയാണ് ഇത്. ഈ ഒരു ചോദ്യം നോക്കിയ മക്കളെ, ഹാൻഡിക്രാഫ്റ്റ്സ് ഓഫ് ദ ഹാരപ്പൻസ് അവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? യൂസ് ടു മേക്ക് ടോയ്സ്, യൂസ് ടു മേക്ക് സീൽസ്, യൂസ് ടു മേക്ക് ജ്വല്ലറി, യൂസ് ടു മേക്ക് ക്ലേ പോട്ട് ആൻഡ് യൂസ് ടു മേക്ക് ബ്രോൺസ് സ്റ്റാച്യൂസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അത് മാത്രമല്ല, അവർ ഗോൾഡും സിൽവറും ഷെല്ലും ബീഡ്സും ഒക്കെ ഉപയോഗിച്ച് നെക്ലേസും ബ്രേസ്ലെറ്റും ഇയറിങ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലേയിൽ നിന്നും സ്റ്റോണിൽ നിന്നും അവരെന്തുണ്ടാക്കിയെന്നറിയാമോ? സീൽസ് ഉണ്ടാക്കി. ടോയ്സ്, ക്ലേ പോട്ട്, ബ്രോൺസ് സ്റ്റാച്യു ഒക്കെ ഇവരുടെ ഹാരപ്പൻ സിറ്റീസിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ഹാരപ്പൻ പീപ്പിളുടെ ആർട്ടിസ്റ്റിക് സ്കിൽസാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ പിള്ളേരെ? ഇനി ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. ഈ ഹാരപ്പൻ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ ലെറ്റേഴ്സിന് പകരം സിമ്പിൾസാണ് യൂസ് ചെയ്തത്. അവരുടെ ഈ ഫോം ഓഫ് റൈറ്റിംഗ് കൂടുതലും കണ്ടത് സീൽസിലാണ്. അടുത്ത നോക്കിയ മക്കളെ, ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാണ്ടായത്? 1900 BC ഹാരപ്പൻ സിറ്റീസൊക്കെ ഇല്ലാണ്ടാവാൻ തുടങ്ങിയത്.
ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാണ്ടാവാനായിട്ട് പല ഒപ്പീനിയൻസും പറയുന്നുണ്ട്. അതിൽ ചിലത് ഇതൊക്കെയാണ്. 1. ക്ലൈമറ്റ് ചേഞ്ച് കാണും, കാലാവസ്ഥയിലുള്ള മാറ്റം കാണും. ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, അത് കാണണം. ഡീഫോറസ്റ്റേഷൻ എന്താണെന്നറിയാമല്ലോ, കാട് വെട്ടിത്തെളിക്കൽ. പിന്നെ അവർ അമിതമായിട്ട് ലാൻഡ് യൂസ് ചെയ്തതും കാണണം. Recording human history of ancient period is very difficult and laborious task. ഹ്യൂമൻ ഹിസ്റ്ററി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് വളരെ പാടുള്ള കാര്യമാണ്. Since no written evidence is available, we rely only on archaeological evidence. നമുക്ക് റിട്ടൺ എവിഡൻസ് ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആർക്കിയോളജിക്കൽ എവിഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Historians have recorded the history of humans since the beginning by analyzing such archaeological evidences. ആദ്യം മുതൽക്കേ ഹ്യൂമൻസിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് അറിയാമോ? ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് അനലൈസ് ചെയ്യുന്നത് വഴിയാണ് ഇത് ഓരോന്നും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പേ ഉള്ള എവിഡൻസ് ഫോസിൽ റിമെയിൻസ് വഴിയാണ് നമുക്ക് കിട്ടിയത്. അതേസമയം തന്നെ സ്റ്റോൺ വെപ്പൺസും ടൂൾസും കേവ് പെയിൻറ്റിങ്സും എല്ലാം തന്നെ സ്റ്റോൺ ഏജിൽ ജീവിച്ചിരുന്ന ആളുകളെ പറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. The beginning of agriculture and the development of the settled life during the Neolithic period were milestones in the human history. ഹ്യൂമൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, അതായത് കൃഷി തുടങ്ങിയപ്പോഴും സെറ്റിൽഡ് ലൈഫ് ഡെവലപ്ഡ് ആയപ്പോഴുമാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ? നിയോലിത്തിക് പീരിയഡിലാണ് ഇതൊക്കെ സംഭവിച്ചത്. The civilizations that emerged in different parts of the world during the Bronze Age revealed the history of the achievements of the humans during that period. ബ്രോൺസ് ഏജിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ലോകത്ത് പല ഭാഗങ്ങളും പല സിവിലൈസേഷൻസും വന്നു. അതൊക്കെ അക്കാലത്തെ മനുഷ്യരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കണം. It is the knowledge and the practices from the ancient civilization that lay the foundation for our culture. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ കൾച്ചറിൻ്റെ ഫൗണ്ടേഷൻ ഈ ഏഷ്യൻ സിവിലൈസേഷൻ്റെ നോളജും പ്രാക്ടീസസിലും നിന്നാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുഞ്ഞുങ്ങളെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യണം. എങ്കിൽ ശരി, നമുക്ക് അടുത്ത ലെസണുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു.